നഗ്നനായി കുരിശിൽ കിടക്കുന്ന ആ ക്രിസ്തുവിനെ ദർശിക്കുവാൻ അരിഷ്ടരായ ഞങ്ങളുടെ പാപബോധത്തിൽ നിന്നും നിന്നെ നിലവിളിച്ച് നോക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഞെരുക്കവും ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനവും ഞങ്ങളുടെ ഹൃദയത്തിൽ വിനയവും അവിടുന്ന് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യിശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം കേട്ടതുപോലെ താഴ്മയുള്ളവരും വിനയമുള്ളവരുമായി കർത്താവിൻ്റെ പുരോഹിത വർഗമെന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം ഈ വെള്ളിയാഴ്ച നമ്മുടെ പാപങ്ങളുടെ മരണം സംഭവിക്കുവാനും പുനരുത്ഥാന പെരുന്നാൾ സംബന്ധിക്കുവാനും ഞങ്ങളെ അവിടുന്ന് യോഗ്യരാക്കണമേ. ദൈവമേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നീ കൃപാദാനങ്ങളുള്ളവനാകുന്നു. നീ ശിക്ഷിക്കാൻ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നവനാകിയാൽ ദൈവമേ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ മുട്ടിപ്പായി താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിന്റെ പ്രാർത്ഥനയും ഇവരുടെ സ്തോത്രങ്ങളും ഇവരുടെ ആരാധനയും നിന്റെ സ്വർഗീയ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ അപേക്ഷിക്കുന്നു. സന്നിധിയിലായിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകളും വിനയമുള്ള ജീവിതവും സമർപ്പണമുള്ള ജീവിതവും നയിക്കുവാൻ തുടർന്നവരെ സഹായിക്കണമേ. ഞങ്ങളേവരും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമേൻ. ആദരണീയനായ വർഗീസ് അച്ഛൻ, ബഹുമാനപ്പെട്ട ശമാശൻ, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, ദുഃഖവെള്ളിയാഴ്ച ദിവസം വളരെ ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കടന്നു വരുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ അത് ഓർത്തഡോക്സ് വിശ്വാസികൾ മാത്രമാണ്. കാരണം അത്രമാത്രം തീഷ്ണതയാണ് നമ്മുടെ ആരാധനയ്ക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്കും നാം അർപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പാട്ടുകൾ പാടുമ്പോഴും സ്തോത്രങ്ങൾ അർപ്പിക്കുമ്പോഴും നമ്മുടെ ഹൃദയം ഞെരുക്കമുള്ളതായി തീർന്നിട്ട് ദൈവത്തെ നിലവിളിക്കും. എന്നിട്ട് നമ്മൾ ആ കുരിശിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഹൃദയം കലങ്ങും. നമ്മുടെ പ്രയാസങ്ങളെ പറ്റി ഓർക്കും, നമ്മുടെ വേദനകളെ പറ്റി ഓർക്കും, നമ്മുടെ നൊമ്പരങ്ങളെ പറ്റി ഓർക്കും. പക്ഷെ ആ സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രാർത്ഥനയോടെ കടന്നു വരും. ദൈവം നടത്തിയ വഴികൾ, ദൈവം എന്നെ കൊണ്ടെത്തിയ സ്ഥലങ്ങൾ, അവിടൊക്കെ ദൈവം എന്നെ പരിപാലിക്കാൻ എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ ദൈവം എന്നെ ഉയർത്തിയിട്ടുണ്ടെന്നുള്ള പരിപൂർണ വിശ്വാസത്തോടു കൂടിയാണ് ഈ ജനസമൂഹവും നാം ഓരോരുത്തരും ഇരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായി എടുത്തിരിക്കുന്ന വേദഭാഗം വെളിപാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. The book of Revelations chapter 4 verses 5. From the throne came flashes of lightning, rumbling and peals of thunder. In front of the throne 7 lamps were blazing. These are the 7 spirits of God. സിംഹാസനത്തിന്റെ മുമ്പിലും മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിനേറെ 7 ആത്മാക്കളായ 7 ദീപകൾ സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആരാധനയ്ക്ക് സമൂഹത്തിന് മുമ്പാകെ കടന്നു വന്ന ജനങ്ങൾ ദൈവത്തിന്റെ 7 ആത്മാക്കളെ പറ്റി ഒന്ന് നമുക്ക് പരിശോധിക്കാം. It is a time to understand what are the 7 spirits of the God. ദൈവത്തിന്റെ 7 ആത്മാക്കൾ ഏതൊക്കെയാണെന്ന് വെളിപാട് പുസ്തകത്തിൽ നാം 4-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിന്റെ 7 ആത്മാവ് ഏതൊക്കെയാണെന്ന് നമുക്ക് പലപ്പോഴും അറിയത്തില്ല. അതിന്റെ ഉത്തരമായിരുന്നു യിശയ്യാ പ്രവാചകന്റെ 11-ാം അധ്യായത്തിലും യിശയ്യാ പ്രവാചകന്റെ 60-ാം അധ്യായത്തിലും വ്യക്തമായ 2 ആശയങ്ങൾ കാണാം. We can see 2 different things. The 7 spirits of God. ദൈവത്തിന്റെ 7 ആത്മാവ് നമ്മളിൽ ഉണ്ടോ? ഈ കുരിശിനെ നോക്കുമ്പോൾ ലജ്ജയോടുകൂടിയാണോ നോക്കുന്നത്, വിനയത്തോടുകൂടിയാണോ നോക്കുന്നത്, അതുകൊണ്ട് ഹൃദയവേദനയോടുകൂടിയാണോ നോക്കുന്നതെന്ന് പരിശോധിക്കേണ്ട ഒരു അവസരമാണ് ഈ കഷ്ടാനുഭവാഴ്ച. അതുകൊണ്ട് ഞാൻ അതിന് സമയം ദീർഘമായി നിർത്തില്ല. അതുകൊണ്ട് 1-2 വാക്കുകളെ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ദൈവത്തിന്റെ 7 ആത്മാക്കൾ എന്തുവായിരിക്കും? നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെ പറ്റി ദ ഗിഫ്റ്റ്സ് ഓഫ് ഹോളി സ്പിരിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ 7 ആത്മാക്കൾ വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് എന്തുവാണ്? നിങ്ങൾ വീട്ടിൽ ചെന്ന് ധ്യാനാത്മകമായിട്ട് യിശയ്യാ പ്രവാചകന്റെ 11-ാം അധ്യായവും 69-ാം അധ്യായവും വായിച്ചു നോക്കണം. We have to read both the Isaiah chapter 11 and 61. ബഹുമാനപ്പെട്ട അച്ഛനെ ഞാനൊന്ന് പരിചയപ്പെടുത്തട്ടെ. ഏറ്റവും കൂടുതൽ ക്രിസ്തീയ ജീവിതത്തിൽ പീഡനങ്ങൾ കൂടി കടന്നുപോയ ഒരു വൈദികനാണ്. ഈ വൈദികൻ ഇന്ന് ഞാനും ഈ അച്ഛനും ഒരിക്കലും ഒരു ക്രോണോസിൽ നിന്നുകൊണ്ട് ആരാധന നടത്തുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണത്തില്ല. കാരണം ഞാൻ വെറും 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ മുമ്പാകെ വൈദികനായി പട്ടമേറ്റ അച്ഛനാണ് ഈ നമ്മുടെ മുമ്പാകെ ഇരിക്കുന്നത്. തേവോദോസ്യൂസ് തിരുമേനി വളരെ
കഷ്ടപ്പാടിലും പ്രയാസത്തിലും ഒരു വൈദികനെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ ഭിലായിലേക്ക് കൊണ്ടുവന്നു. അവിടെ വന്നപ്പോൾ അച്ഛൻ തിരുമേനിയോട് താമസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷെ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ നക്സലൈറ്റ്സ് വന്ന് അവിടെ വന്ന് അച്ഛനെ പീഡിപ്പിക്കാൻ നോക്കി. അച്ഛനെ ഒരുപാട് മർദ്ദിച്ചു. അച്ഛൻ ഇന്ന് ഇത്രമാത്രം വേദനയിൽ പൊളയുന്നതിന്റെ ഒരു കാരണം നിങ്ങൾ നോക്കുമ്പോൾ പല പ്രാവശ്യവും ഇരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്നതിന്റെ ഒരു കാരണം എന്താണെന്ന് മനസ്സിലായോ? ഈ നക്സലൈറ്റ്സിന്റെ കിട്ടിയ അടികളാണ് പ്രിയമുള്ളവരെ. തേവദോസ് തിരുമേനി ആശ്രമത്തിൽ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നക്സലൈറ്റ്സ് അവിടെ വന്നപ്പോൾ തിരുമേനിയെ കണ്ടില്ല. കണ്ടത് ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛനെയും അവിടെ കുറെ പട്ടിക്കുട്ടികളും പശുക്കുട്ടികളെ പട്ടിയെ ആദ്യം ഒരു കൊന്നു. അതിനുശേഷം അച്ഛനെ വളരെ ആക്രമിച്ച വേദനയോടുകൂടി ജീവിച്ച ഒരു വൈദികനാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് അച്ഛന്റെ കാര്യം ഞാൻ ഉദ്ധരിച്ച് പറഞ്ഞതേ ഉള്ളൂ. പ്രിയമുള്ളവരെ, in our journey, how many times we have gone through this pain in our life. ദൈവത്തിന്റെ 7 ആത്മാക്കളാണ് നമ്മെ ബലപ്പെടുത്തുന്നത്. The 7 spirits of the God will guide us in our life. ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് വിനയമാണ് പ്രിയമുള്ളവരെ. ദൈവത്തിന്റെ ഒന്നാമത്തെ ആത്മാവ് വിനയമാണ്, ഹ്യൂമിലിറ്റി. കർത്താവ് ദാസ്യവേഷമെടുത്തു. ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി. കാലുകളിൽ അപ്പം ഞുറുക്കി അവർക്ക് ശിഷ്യന്മാർ കൊടുത്തപ്പോഴും കർത്താവിന്റെ മനസ്സിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു. He knew that one among is going to betray me, and he knew very clearly who was it. Still then, he gave the bread to his disciples, and one among was going to betray him. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ വിനയം. ശത്രുവിനെ കണ്ടാൽ പോലും സ്നേഹത്തോടും മിത്രമായിട്ട് അംഗീകരിക്കുന്ന കർത്താവാണ്. നമ്മുടെ ഈ ജീവിതയാത്രയിൽ ഈ കുരിശിനെ നോക്കുമ്പോൾ we have to think that എന്റെ ജീവിതത്തിൽ എത്രമാത്രം വിനയമുണ്ട്. ഒരു ശത്രുവിനെ എനിക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരു ശത്രുവിന് ഒരു കൈസൂരി കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? കുടുംബ ജീവിതത്തിലായാലും ഇടവക ജീവിതത്തിലായാലും ഞങ്ങൾക്ക് ഈ പ്രതിസന്ധി ഉണ്ട്, ഇല്ലയോ? ഞങ്ങളെ ദുഷിക്കുന്നവരോട് ഞങ്ങൾക്ക് ഇച്ചിരി ഒരു മാറ്റമുണ്ട്. We will stay away from that. Christ is teaching something different today. How he humbled himself. രണ്ടാമത് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാള് കർത്താവിനെ ഒറ്റി കൊടുത്തിട്ടും അവന്റെ കാലുകളെ കഴുകുന്ന ഒരു ശുശ്രൂഷ. നമ്മുടെ ഓർത്തഡോക്സ് ചർച്ചിൽ only bishops are permitted to do the feet washing ceremony. That happens on Thursday. But in the other churches, the priests are also supposed to wash the feet of the believers, of the members of the church. I think we must also introduce that one. അതൊരു ശുശ്രൂഷയായിട്ടല്ല, വല്ലപ്പോഴും ഇടവയിൽ 12 പേരുടെ കാലുകൾ കഴുകുന്നത് വികാരിമാർ അച്ഛന്മാർക്ക് നല്ലത്. ഞങ്ങളെ തന്നെ ഒന്ന് വിനയപ്പെടുത്താൻ വേണ്ടി ഇടവയിലെ സീനിയർ മെമ്പർ ആയെന്നോ ജൂനിയറിനോ നോക്കാതെ ഇടവയിലെ 12 15 പേരുടെ കാലുകൾ കഴുകുന്നത് ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തുന്ന ശുശ്രൂഷയാണ്. അതിൽ കൂടി ഞങ്ങൾക്ക് പരിശോധിക്കുവാനൊക്കെ സാധിക്കാം ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളിലുണ്ടോ. അതാണ് ദൈവത്തിന്റെ ഒന്നാമത്തെ ആത്മാവ്. രണ്ടാമത്, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വിനയത്തിന് മാറി നമുക്ക് എന്തുള്ളത്? വാട്ട് വി ഹാവ്? പ്രൈഡ്, അഹങ്കാരം. ദൈവസന്നിധിയിലേക്ക് വരുമ്പോഴും നാം ഉയർന്നു നിൽക്കുക. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നില്ല, മാതാപിതാക്കളെ സ്നേഹിക്കുന്നില്ല, സമൂഹത്തിൽ ആരെയും സ്നേഹിക്കുന്നില്ല. അഹങ്കാരം, pride is controlling us, and Christ is teaching us through the 7 spirits. The one of the spirit is humility. വിനയത്തോടുകൂടി നമുക്ക് ഈ കുരിശിനെ ദർശിക്കുവാനും ഈ സ്ലീവായിൽ മുത്തുവാൻ തക്കോണം, കടന്നു വരുവാൻ തക്കോണം നിങ്ങളോട് ആഹ്വാനം ചെയ്യുക. ദൈവത്തിന്റെ രണ്ടാമത്തെ ആത്മാവ് ഹാപ്പിനെസ്, സന്തോഷം. ജീവിതത്തിൽ എപ്പോഴും സന്തോഷിക്കുന്ന ഒരു ആത്മാവാണ്. കർത്താവ് കരയുന്ന ഒരു അനുഭവം മാത്രമേ ഉള്ളൂ. എവിടെ? ലാസറിന്റെ കല്ലറയ്ക്കൽ. അവിടെ ദൈവത്തിന്റെ പ്രത്യാശ എന്തുവാണ്? What was his happiness? That Lazarus is going to be raised. നമ്മുടെ ജീവിതയാത്രയിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും. നമ്മുടെ ദൈവത്തിന്റെ ആത്മാവ് സന്തോഷത്തിന്റെ ആത്മാവാണോ എന്ന് പരിശോധിക്കണം. പക്ഷെ നമ്മുടെ സന്തോഷത്തിന്റെ ആത്മാവല്ല. What will be the opposite of happiness? Sadness or jealousy? ദൈവത്തിന്റെ ആത്മാവ് ജലസി അല്ല പ്രിയമുള്ളവരെ, സന്തോഷത്തിന്റെ ആത്മാവാണ്. അതുകൊണ്ട് ഈ 5 ആത്മാക്കളുടെ കാര്യം എനിക്ക് പറയാനുണ്ട്. മൂന്നാമതായിട്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ മൂന്നാമത്തെ പ്രത്യേകത സമാധാനത്തിന്റെ ആത്മാവാണ്. Is peace. And what is again opposite of peace? War, anger. Name all of these things what we have. ദൈവത്തിന്റെ മൂന്നാമത്തെ ആത്മാവ് സമാധാനമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് എന്തുവാ? വൈരാഗ്യം, വിദ്വേഷം. ഈ കുരിശിലേക്ക് ദർശിക്കുവാൻ കടന്നു വരുമ്പോൾ, മുട്ടുകുത്തി ഈ ശ്രീമായിൽ വന്ദിക്കാൻ വരുമ്പോൾ നമുക്കുള്ളത് എന്തുവാ? കോപം.
ജീവിതത്തിൽ കോപം പലപ്പോഴും പ്രഷറും ഡയബറ്റിക്കുമായി മാറും. ഇപ്പൊ എനിക്ക് ഡയബറ്റിക് ഉണ്ടെങ്കിൽ എനിക്ക് കോപവും വിദ്വേഷവും ഉണ്ടെന്നുള്ളത് തെളിവായില്ലയോ? ഞാൻ നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞു കേട്ടോ, ഇത് എന്റെ കാര്യമാണ് പറഞ്ഞു. പ്രിയമുള്ളവരെ, ജീവിത യാത്രയിൽ നാലാമത്തെ ആത്മാവ് ജാഗ്രതയുടെ ആത്മാവാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ജാഗ്രതയില്ല. പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ ജാഗ്രതയില്ല. നമ്മളെ അലട്ടുന്ന നാലാമത്തെ ആത്മാവ് എന്തുവാ? ഓപ്പോസിറ്റ് എന്തുവാ? ജാഗ്രതയുടെ അലസത. നമ്മൾ പാട്ടുകാരൻ പാടി നമസ്കാരത്തിന്റെ സമയത്ത് ആ സമയത്ത് ആരും കാണത്തില്ല, പക്ഷെ ഈ പള്ളിയിൽ എല്ലാവരും കാണും. എന്തുവാ പാടുന്നത്? അലസത ലേശം ബാധിച്ചാൽ ആ പാട്ടെങ്ങനെ? രാജ്യത്തിൻ വാതിൽ ചെറിയതു മാർഗം ഗമനം കാംക്ഷിപ്പോ അത്യുത്സാഹമവേശം അലസത ലേശം ബാധിച്ചാൽ അശുഭവഴിക്കു വശംവദനായി. നാലാത്മാക്കളുടെ കാര്യം ഞാൻ പറഞ്ഞു. ഒന്നാമത് ദൈവത്തിന്റെ 7 ആത്മാക്കളിൽ ഒന്നാമത്തെ ആത്മാവ് വിനയത്തിന്റെ ആത്മാവാണ്, ഹ്യൂമിലിറ്റിയുടെ ആത്മാവാണ്. രണ്ടാമത്തെ ആത്മാവ് സന്തോഷത്തിന്റെ, ഹാപ്പിനെസിന്റെ ആത്മാവാണ്. മൂന്നാമത്തെ ആത്മാവ് സമാധാനത്തിന്റെ ആത്മാവാണ്. നാലാമത്തെ ആത്മാവ് ഡിലിജൻസ് അല്ലെ ജാഗ്രതയുടെ ആത്മാവാണ്. അഞ്ചാമത്തെ ആത്മാവ് ജനറോസിറ്റിയുടെയാണ്. നമ്മുടെ ജീവിതത്തിലോ ദാനസമൃദ്ധി എല്ലാം ദൈവത്തിൽ കൊടുക്കുക. തന്റെ മക്കൾക്ക് എല്ലാം സൗജന്യമായി കൊടുക്കുന്ന ദൈവം, വിനയപ്പെട്ട് ജീവിക്കുന്ന ദൈവം. നമ്മുടെ ജീവിതത്തിൽ എന്തുവാ? അത്യാഗ്രഹത്തിന്റെ ആത്മാവ്. ജീവിതത്തിൽ എന്തോ കിട്ടിയാലും നമുക്ക് തികത്തില്ലയോ? അമേരിക്കയിൽ വന്നപ്പോൾ നമ്മൾ എവിടാ തുടങ്ങിയത്? ഒരു കൊച്ചു അപ്പാർട്ട്മെന്റ്. ജീവിതം ഞങ്ങൾ തുടങ്ങിയത് ഒരു കൊച്ചു അപ്പാർട്ട്മെന്റിലാണ്. പക്ഷെ ജീവിതത്തിന്റെ സൗകര്യങ്ങൾ കൂടുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു സംതൃപ്തിയില്ല. ദൈവം ധാരാളമായി തരുന്നെങ്കിൽ പോലും God is giving in abundance, but still we are always complaining that I don't have. ദൈവത്തിന്റെ ആത്മാവ് ജനറോസിറ്റിയുടെ ആത്മാവാണ്, ശ്രേയസിന്റെ ആത്മാവാണ്, ഉദാരതയുടെ ആത്മാവാണ്. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഈ കുരിശിനെ വന്ദിക്കുവാൻ വരുമ്പോൾ എന്റെ അഞ്ചാമത്തെ ആത്മാവിനെ നയിക്കേണ്ടത് എന്റെ ആത്മാവ് ജനറോസിറ്റിയുടെ ആത്മാവാണോ അതോ ഗ്രീഡിൽ അത്യാഗ്രഹത്തിന്റെ ആത്മാവാണോ? ആറാമത്തെ ആത്മാവ് പറയുമ്പോൾ ഇച്ചിരി പ്രശ്നമാണ്. ദൈവത്തിന്റെ ആറാമത്തെ ആത്മാവ് ടോക്സ് അബൌട്ട് ഫാസ്റ്റിംഗ്. പ്രയാസമല്ലയോ? ഇപ്പൊ എനിക്ക് എന്റെ ഡോക്ടർ പറഞ്ഞു, അച്ഛന് 180 പൗണ്ട് ഉണ്ട്, കുറയ്ക്കണം, ഡയബറ്റിക് കുറയ്ക്കണം. എന്തോ ഒരു ഭംഗിയായിട്ട് ഞാൻ കേട്ടു. എന്റെ ചെറുപ്പത്തിൽ എന്റെ വികാരിമാർ എത്ര പ്രാവശ്യം പള്ളിയിൽ അനൗൺസ് ചെയ്തതാണ്, നോമ്പ് നോക്കണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, എന്റെ ചെവിയിലോട്ടത്. പക്ഷെ ഡോക്ടർ പറഞ്ഞപ്പോൾ എന്റെ ഹൃദയത്തിൽ സ്പർശിച്ചിട്ട് ജിമ്മിൽ പോകാൻ തുടങ്ങി, YMCA തുടങ്ങി, വീട്ടിൽ പോകുന്നിടത്തൊക്കെ റെസ്ട്രിക്ഷൻ ആക്കാൻ തുടങ്ങി. എന്തോ ഒരു തീവ്രതയാണ്. ദൈവത്തിന്റെ ആറാമത്തെ ആത്മാവ് നമ്മെ പറയുന്നത് എന്തുവാ? ഉപവാസത്തിന്റെ ആത്മാവ്. ആ പഠിപ്പിച്ച കർത്താവാണ് 40 രാവും 40 പകലും മരുഭൂമിയിൽ പോയി. We are creating a famine. ഒരു ദാരിദ്ര്യത്തിന്റെ അനുഭവം ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം, പ്രിയമുള്ളവരെ. ആ ദാരിദ്ര്യത്തിൽ, അതുകൊണ്ട് നമ്മൾ ഈ ദുഃഖവെള്ളിയാഴ്ച പറയുന്ന ഒരു കാര്യം എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യം എന്തോന്നറിയാമോ? ദുഃഖവെള്ളിയാഴ്ചയുടെ കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് ആണ്. കഴിഞ്ഞ വർഷവും ഫിലിപ്പോസങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഈ വർഷവും അങ്ങളും കൂട്ടരുവാ സഹായിക്കുന്നത്. Why it becomes so tasty every year? Because of the fasting nature and because of the true prayers we offer in front of God. ഇതായിരിക്കണം നമ്മുടെ ആറാമത്തെ ആത്മാവ്. ഏഴാമത്തെ ആത്മാവ് ദാനധർമ്മത്തിന്റെ, ചാസ്റ്റിറ്റിയുടെ ആത്മാവ്. നമ്മുടെ ജീവിതത്തിൽ 6 ആത്മാക്കൾ പറഞ്ഞ അവസാനത്തെ ആത്മാവ് എന്ന് പറയുമോ? മോഹത്തിന്റെ ആത്മാവ്. എല്ലാം വേണം, എല്ലാത്തിനോടും ആഗ്രഹം, എന്ത് കണ്ടാലും അതെനിക്ക് വേണം, അല്ലെങ്കിൽ ഒരു കാമമായുള്ള ആഗ്രഹത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവ് ചാസ്റ്റിറ്റിയുടെ ആത്മാവാണ്. അതുകൊണ്ട് 7 വിളക്കുകളും 7 ആത്മാക്കളും എന്നിലുണ്ടോ എന്ന് പരിശോധിക്കുവാൻ, അല്പനേരം ശാന്തമായിട്ട് ഇരുന്നുകൊണ്ട് ചിന്തിക്കുവാൻ തക്കവണ്ണം സാധിക്കണം. ഇങ്ങനെ സാധിച്ചാൽ, ഇനി വിനയപ്പെട്ട് ജീവിച്ചാൽ മാത്രമേ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കൊരു മാറ്റം ഉണ്ടാകത്തുള്ളൂ. ഞാൻ ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. How God provides when we have the spirits of Lord in us.
ഈ 7 ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു സമയമാണ് പീഡാനുഭവാഴ്ച. The passion of the Christ makes us sure that the 7 spirits of God is it within me or not. It is a time for change. It is a time for U-turn. ഞാൻ ഇസ്രായേൽ 24-ാമത്തെ വയസ്സിൽ ഷമാശനായിട്ട് പോയി. 24-ാമത്തെ വയസ്സ് എൻ്റെ കയ്യിൽ ഇച്ചിരി പണമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഗ്രീസിൽ നിന്ന് I came to Jerusalem, and from Jerusalem I took a road trip to Egypt. In my road trip I was not very good at math, so I had to convert dollar to drachmas. Drachma is the Greek denomination. From there I had to convert to shekel, and from shekel to Egyptian dollar മാറ്റണം. ഇത്രയും മാറ്റിയപ്പോൾ എൻ്റെ കയ്യിൽ കുറെ കാശ് നഷ്ടം വന്നു. കഴിഞ്ഞപ്പോൾ ഈജിപ്തിൽ എത്തിയപ്പോൾ I have $0 in my pocket. ഈജിപ്തിൽ ഒരു ആശ്രമത്തിൽ, മൗണ്ട് കാതറിൻ ആശ്രമത്തിൽ, സീനായുടെ താഴ്വരയിൽ കാണുന്ന ആശ്രമത്തിൽ ഞാൻ താമസിക്കുക. And I stayed there. Every day people walk up to the hill to see the mountain where God gave Moses 10 commandments. അത് കാണാനുള്ള യാത്ര പോകണം. പിറ്റേ ദിവസം എൻ്റെ കൂടെ ഒരു ജാപ്പനീസ് ഒരു സന്യാസി ഉണ്ട്. ആ സന്യാസി പറഞ്ഞു, ഫാദർ I can also take you along in my trip. 6-7 മണിക്കൂർ രാത്രി 2 മണി 2 മണിക്ക് തുടങ്ങിയാൽ മാത്രമേ we can reach up at 7 o'clock. 7 മണിക്ക് അവിടെ ആരാധനയുണ്ട്. യാത്ര തിരിച്ചപ്പോൾ എൻ്റെ ഒരു പൈസയില്ല. ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നത്, ദൈവമേ എവിടുന്ന് എനിക്ക് പൈസ ഉണ്ടാവും? I have to go back to Greece and then I have to go to India. ഒരു പൈസ പോലും ഇല്ല. ഗ്രീസിൽ നിന്ന് പഠിക്കാൻ വന്നതാണ്. പ്രിയമുള്ളവരെ, പട്ടിണിയിൽ പ്രയാസത്തിൽ ഈ സന്യാസി എന്നോട് യാത്ര ചെയ്യുക. കുറെ നേരം യാത്ര ചെയ്തപ്പോൾ ഈ സന്യാസിക്ക് പെട്ടെന്നൊരു ശ്വാസം കിട്ടും. അന്ന് ആസ്മ എന്തുവാ, ഈ എയർ എടുക്കുന്ന ഇൻഹേലർ എന്തുവാന്നും അറിയാത്ത കാലഘട്ടമാണ്. കേരളത്തിൽ നിന്ന് വന്ന ഷമ്മാസൻ ഒന്നും അറിയത്തില്ല. ഇദ്ദേഹം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇൻഹേലർ എടുക്കുന്നു. എന്നിട്ട് കയ്യിൽ ഒരു ഫ്ലാസ്ക് കൊണ്ട് ചൂടുവെള്ളം കുടിക്കും. ശ്വാസം മുട്ടാൻ തുടങ്ങി. എനിക്കൊരു പ്രയാസം. ഞങ്ങളുടെ കൂടെ വന്ന ഏകദേശം ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, they were all walking. രാത്രിയിൽ വെട്ടമൊന്നുമില്ല, അവിടെ വെട്ടമൊന്നുമില്ല. ഇങ്ങനെ യാത്ര തിരിച്ചു പോകുമ്പോൾ ഈ സന്യാസി ഞാനും പതുക്കെ നടന്നു തുടങ്ങി. ഇദ്ദേഹത്തിന് ശ്വാസം മുട്ടാൻ തുടങ്ങി. അദ്ദേഹം ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു കല്ലിന്റെ മണ്ടയ്ക്ക് ഇരുന്നിട്ട് അദ്ദേഹം പറഞ്ഞു, Deacon, I cannot walk with you today. I request you to go because the Kurbana starts at 7 o'clock, and I request that I don't want you to miss the Holy Kurbana. I can go tomorrow because I stay here. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ മനുഷ്യനെ വിട്ടിട്ട് പോകാൻ തോന്നുന്നില്ല. കാരണം ഇതേ ശ്വാസം മുട്ടോടെ ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുക. Then slowly ഇച്ചിരി കഴിഞ്ഞപ്പോൾ പിന്നെയും 5-6 സ്റ്റെപ്സ് തുടങ്ങി. ഇച്ചിരി നോക്കിയപ്പം അദ്ദേഹം രക്തം ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു, എടാ ഈജിപ്തിൽ മിക്കവാറും ഇനി ജയിലിൽ കിടക്കേണ്ടി വരും. അവിടെ ചില്ലറ കിട്ടും ജോലിയൊക്കെ ചെയ്താൽ. അങ്ങനെ പ്രയാസപ്പെട്ടിരിക്കും. പിന്നെയും അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന കറുത്ത കുപ്പായത്തിൽ ഈ രക്തമൊക്കെ തുടച്ച് അദ്ദേഹത്തിന്റെ ഫ്ലാസ്ക് ഇരിക്കുന്ന അല്പം ചൂടുവെള്ളം കൊടുത്ത് അദ്ദേഹത്തെ ഇവിടെ കണ്ടെത്തി. പ്രയാസപ്പെട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കുറെ നേരം കഴിഞ്ഞപ്പോൾ ഒരു 6 മണിയായി. അതുവരെ we have walked maybe 10-100 meters. ബാക്കിയുള്ളവരപ്പോൾ ഞാൻ പറഞ്ഞു, Dear Father, I can go back and walk again in Mount Sinai and I can attend the Holy Kurbana, but if I am missing you, if I am making you stay here, my heart is in trouble. എനിക്ക് ഇദ്ദേഹത്തെ വിട്ടിട്ട് പോകാൻ തോന്നുന്നില്ല. കുറെ നേരം ഞങ്ങൾ നടന്ന് പിന്നെ ഞങ്ങൾ ഒരു 10 മണിയായപ്പോൾ അവിടെ എത്തിയത്. പക്ഷേ ഓൺ ദ വേ അദ്ദേഹം പറഞ്ഞു, Father, അല്ലെ Deacon Matthews, I am going to give you $250. അപ്പൊ ഞാൻ നമ്മുടെ അഹങ്കാരം ഉണ്ടല്ലോ, I don't want, I have enough money. നമ്മുടെ അഹങ്കാരം സമ്മതിക്കൂ, അദ്ദേഹത്തിന് മുമ്പിൽ കീഴ്പ്പെടാം. ഞാൻ I don't want your money. ഞങ്ങൾ ഇച്ചിരൂടെ യാത്ര ചെയ്തപ്പോൾ അദ്ദേഹം പിന്നെ ഞാൻ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, കാര്യമൊക്കെ പറഞ്ഞു. Father, are you going to give me $250? അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, Father, do you not trust me? I'm going to give you $250. ഇച്ചിരൂടെ യാത്ര ചെയ്തപ്പോൾ പിന്നെയും നമ്മുടെ മനസ്സിൽ സംശയമാണ്. മാർത്തോമാ ശ്ലീഹായുടെ പിൻഗാമികളിലേക്ക് I doubted again that whether he is going to give me, is this a miracle or this is something I can't believe, so I'm dreaming. കുറെ നടന്നു പോയപ്പോൾ പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ നേരത്തെ ഇങ്ങനെ ചോദിച്ചു, Father, are you going to give me $250? അദ്ദേഹം തിരിഞ്ഞു പറഞ്ഞു, Yes, I don't lie, this is a holy mountain. My parents came to visit me yesterday and I'm a monk. I don't want money. Whenever people come to this place, I give all what I have. And today it's your turn. പക്ഷെ നമ്മുടെ മനസ്സ് സമ്മതിക്കുമോ വാങ്ങിക്കാൻ? ഞാൻ പറഞ്ഞു, Father, ഞാൻ ഇങ്ങനെ 4 പ്രാവശ്യം ചോദിച്ചെങ്കിലും അതിനകത്തൊരു സത്യമുണ്ട്. Because I can't believe I have no money in my pocket and I have to go back to Greece. അയാൾ പറഞ്ഞ മറുപടിയില്ല, This is the holy mountain.
Here you can experience God's words, the power of God, because this is a holy mountain. പ്രിയമുള്ളവരെ, ഞാൻ ഈ കഥ പറഞ്ഞത് എനിക്ക് 250 കിട്ടിയതിന്റെ സന്തോഷമല്ല. This journey, we are making this place. ദൈവത്തിന്റെ 7 ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് ആരാധന നടത്തുമ്പോൾ ദൈവം 250 അല്ല വന്നത്. ദൈവത്തിന്റെ കൃപ ധാരാളമായി ദൈവത്തിന്റെ 7 ആത്മാക്കളിൽ വസിക്കും. അങ്ങനെ വസിക്കുവാൻ തക്കോണം ദൈവത്തിന്റെ പരിശുദ്ധ രൂപ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ യാത്രയിൽ നാം തളർന്നു പോയാലും പതറിപ്പോയാലും പ്രയാസപ്പെട്ടാലും ദൈവത്തിന്റെ 7 ആത്മാവ് എന്നോട് യാത്ര ചെയ്യാൻ പോവുക. അതുകൊണ്ട് ദൈവത്തിന്റെ 7 ആത്മാക്കളെ ധ്യാനാത്മകമായി let us think that the 7 spirits of Christ, of God, is with me to transform today, to come and witness this Holy Passion Week, especially the Great Friday. And I come and prostrate in front of God. When I come for this Silima Aradhana, with the veneration of the cross, എൻ്റെ ജീവിതത്തിൽ ദൈവമേ നഷ്ടപ്പെട്ടതെല്ലാം റീഗെയിൻ ചെയ്തുകൊണ്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി ജീവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധ രൂപ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ എല്ലാവരും ചേർന്ന് ഒരു ഗീതം